ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാനും രാജേഷേട്ടനും കുട്ടിയും വീട്ടിലേക്ക് വരിക കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടി ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് റെഡി ആയി നിന്നത്. ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരം പോവാറില്ല. ഞങ്ങൾ രാധേട്ടൻ്റെ കടയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പാലൊക്കെ മേടിച്ചിട്ടോ. പിന്നെ ധോനി ബേബിക്ക് വേണമല്ലോ കുറുക്കുണ്ടാക്കാൻ കുറച്ച് പാല്. അപ്പോൾ അവിടെ വീട്ടിൽ പാല് മേടിക്കുന്നത് രാവിലെയാണ്. അപ്പോൾ പാലുണ്ടാവില്ല. അപ്പോൾ തൽക്കാലം ഇപ്പം ഞങ്ങൾ അവിടേക്ക് പോകുന്നത് കൊണ്ട് ഇങ്ങനെ മേടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ അവൾക്ക് കുറുക്കൂന് മാത്രമായിട്ട് കുറച്ചെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പാക്കറ്റ് പാൽ അങ്ങനെ കൊടുക്കാറില്ല. പാക്കറ്റ് പാൽ ഞങ്ങളിങ്ങനെ സൊസൈറ്റിയിൽ നിന്ന്, പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ചേച്ചി കൈനീട്ടൊക്കെ കൊടുത്തു കേട്ടോ, കടയത്തെ ചേച്ചി. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം പോന്നു. പിന്നെ അപ്പം ഞങ്ങളുടെ കനാൽ സൈഡാണ് കേട്ടോ വീട്. കനാലും ഞങ്ങളുടെ ആ ഏരിയയൊക്കെ നിറച്ച് പച്ചപ്പും മലകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം വന്നിട്ട് ധോനി ബേബീനൊക്കെ എടുത്തു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും പിന്നെ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയത്തിയുടെ കുട്ടിയുടെ 56 കൂടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള അത്രയും ഡ്രസ്സുകളും അവൾക്ക് മാറ്റാനുള്ള ഡ്രസ്സുകളും അവൾക്ക് കുറുക്കുണ്ടാക്കണ പാത്രവും എല്ലാ സാധനങ്ങളും എടുത്തു കിട്ടും. അതുകൊണ്ട് വലിയൊരു കിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വരുമ്പോഴേ. അപ്പോൾ അവളിനെ ആ ഇട്ട ഡ്രസ്സെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോന്നു. അപ്പം അമ്മ അങ്ങനെ ചോദിക്കുകയാണ്, എന്നിട്ട് ഇതാണോ ഡ്രസ്സ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനിയത്തിയുടെ കുട്ടി നല്ല ഉറക്കമാണ് ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ ഇളയച്ചനുണ്ടായിരുന്നു അവിടെ കേട്ടോ, അനിയത്തിയുടെ ഭർത്താവ്. അപ്പോൾ വിഷു അല്ലേ, വിഷുവിന് വന്നിരിക്കുകയാണ് അവന്. അപ്പോൾ വേഗം ഞങ്ങളെ ധോനി ബേബിനെ കണ്ടപ്പോൾ പിന്നെ വേഗം അവളിനേക്ക് എടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ച് അങ്ങനെ ഉമ്മർത്തിരിക്കുക കേട്ടോ സിറ്റൗട്ടിലേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അനിയത്തിയുടെ കുട്ടി നീച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ. ഞങ്ങളുടെ മുറ്റൊന്നും ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. ഇരിക്കുന്ന സമയത്ത് കുട്ടി നീച്ചല്ലോ. അപ്പോൾ കുട്ടിയോട് കുറച്ച് നേരം കൊഞ്ചിച്ച് രാശേട്ടൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് വരുന്നതിന് മുന്നേ കൈ നീട്ടൊക്കെ കൊടുത്തു. അപ്പോൾ കാല് പിടിക്കട്ടെ ഏട്ടൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഏട്ടൻ അവൾക്ക് പിന്നെ കൈ നീട്ടൊക്കെ കൊടുത്തു കേട്ടോ. ആ സമയത്താണ് ഐസ് തരം വന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഐസ് കിട്ടുമെങ്കിൽ ഐസോ ഐസ്ക്രീമോ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പോൾ കടയിലില്ല പറഞ്ഞു ഏട്ടൻ. അപ്പോൾ ഏട്ടൻ കുട്ടീനെ കൊണ്ട് തന്നെ പോയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഐസ് തരം പോകണം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും ഐസൊക്കെ മേടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഏട്ടൻ പൈസയൊക്കെ തരികയായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് ഐസൊക്കെ മേടിച്ച് ഞാനും അമ്മയും അനിയത്തിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വിഷു ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ആണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പുതിയ കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം, എന്നാലേ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്ന